യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഒറ്റപ്പാലം യൂണിറ്റിന്റെ പേൾ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കുന്ന എഫ്ഫാത്ത എന്ന സുവനീറിന്റെ വിതരണോദ്ഘാടനം ജനുവരി 18-ന് നടക്കും. ഞായറാഴ്ച രാവിലെ 10:30-ന് കണ്ണിയമ്പുറം സെന്റ് ഗ്രിഗറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഒറ്റപ്പാലം എംഎൽഎ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പ്രകാശനകർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുവനീറിന്റെ ആദ്യ പ്രതി പള്ളി വികാരി ഫാദർ തോമസ് ജോൺ തടത്തിൽ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഒറ്റപ്പാലം ഇൻഫന്റ് ജീസസ് ചർച്ച് വികാരി റഫറന്റ് ഫാദർ ജോസ് കല്ലുംപുറത്ത് ചടങ്ങിൽ മുഖ്യ സന്ദേശം നൽകും. വിവിധ സഭകളിൽ നിന്നുള്ള വൈദികർ, YMCA ഭാരവാഹികൾ, ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 1844-ൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച YMCA ഒറ്റപ്പാലത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് 30 വർഷം പൂർത്തിയാവുകയാണ്. ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമായി വസിക്കുന്ന 1000-ലധികം ക്രൈസ്തവ കുടുംബങ്ങളുടെ ചരിത്രവും സഭകളുടെ വളർച്ചയും ഉൾക്കൊള്ളുന്ന ഒരു ആധികാരിക റഫറൻസ് ഗ്രന്ഥമായാണ് സുവനീർ തയ്യാറാക്കിയിരിക്കുന്നത്. സുവനീറിന്റെ 2000 കോപ്പികളാണ് വിതരണത്തിനായി അച്ചടിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ സുവനീർ കമ്മിറ്റി ചെയർമാൻ മനോജ് സ്റ്റീഫൻ, ജനറൽ കൺവീനർ ആൻസൺ വല്യാറ, ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് AJ മാത്യു, സെക്രട്ടറി CP മാത്യു എന്നിവർ പങ്കെടുത്തു. 1844-ൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച് ലോകത്തെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന ക്രൈസ്തവ യുവജന പ്രസ്ഥാനമായ YMCA ഒറ്റപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ച് 30 വർഷമായെങ്കിലും നാളിതുവരെ വേണ്ടത്ര പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ചെന്നിട്ടില്ലെന്നൊരു വസ്തുതയാണ്. വിവിധ ക്രൈസ്തവ സഭകളിലെ 1000-ലധികം കുടുംബങ്ങൾ ഒറ്റപ്പാലത്തെ സമീപ പ്രദേശങ്ങളുമായി താമസിക്കുന്നു. സഭാവിശ്വാസികൾ ഇവിടെ വരാനുണ്ടായ കാരണവും ഇതുമൂലം ഒറ്റപ്പാലത്തിനുണ്ടായ വളർച്ചയും പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെടുന്നതിനും സഭാവിശ്വാസികളെ തമ്മിൽ ഐക്യപ്പെടുന്നതിനും കൂടിയുള്ള ആധികാരിക റഫറൻസ് ഗ്രന്ഥമായാണ് ഈ സുവനീർ പുറത്തിറക്കുന്നത്. ഒറ്റപ്പാലത്തും പരിസരത്തുമുള്ള ആരാധനാലയങ്ങൾ, കുടുംബങ്ങൾ, വായനശാലകൾ, സ്കൂൾ ലൈബ്രറികൾ, YMCAയുടെ ജില്ലാ സംസ്ഥാന ഘടകങ്ങൾ എന്നിവിടങ്ങളിലാണ് സുവനീർ പ്രധാനമായും വിതരണം ചെയ്യുന്നത്. 2000 കോപ്പികളാണ് ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. YMCAയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് വിവിധ സഭകൾ തന്നെ ഇവിടെ പരസ്പരം കണക്ഷൻ ഉള്ളത്. അപ്പോൾ അതിനൊരു പ്രധാന കണ്ണിയാണ് ഇവിടുത്തെ YMCA. അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഇവിടുത്തെ സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻസിൻ്റെ വരവോടുകൂടി ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത്, കാരണം സാധാരണക്കാരായ മനുഷ്യർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ 7th സ്കൂൾ വന്നതോടുകൂടിയാണ്. അതുപോലെ വനിതകൾക്കുള്ള വിദ്യാഭ്യാസം തുടങ്ങുന്നത് LSN സ്കൂളിലൂടെയാണ്. അപ്പോൾ അങ്ങനെ വിവിധ ആശുപത്രികൾ, അങ്ങനെ വിവിധ മേഖലകളിൽ ഒറ്റപ്പാലത്തിൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ സാമൂഹ്യ വളർച്ചയ്ക്ക് പ്രധാനമായ കണ്ണിയായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ സഭകളും. അതിലൂടെയാണ് എംപ്ലോയീസായിട്ടും അല്ലാതെയും പിന്നെ കുറേ കാർഷിക മേഖലയുടെ വികസനത്തിന് നിർണായകമായ പങ്ക് ഇവിടുത്തെ ക്രൈസ്തവർ വഹിച്ചിട്ടുണ്ട്.